സുഭദ്രയുടെ തിരോധാനത്തിന് പിന്നിൽ സംഭവിച്ചത് എന്താണ്? സുഭദ്രയെ ആത്മീയ യാത്രാ വഴിയിൽ എങ്ങനെയാണ് ഈ കൊലയിലേക്ക് അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ശർമിളയുടെയും മാത്യൂസിന്റെയും പങ്ക് എന്താണ്? വിളിപ്പിച്ചപ്പോൾ ഇരുവരും ഒളിവിൽ പോയത് എന്തിനാണ്? ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. അല്ലമീൻ, മാത്യൂസും ശർമിളയും ആരാണ്? പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അതിനുള്ള മറുപടിയാണ് പ്രധാനമായും ലഭിക്കേണ്ടത്. അത് സംബന്ധിച്ചുള്ള വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് ഫിംഗർ പ്രിന്റിന്റെയും ഫോറൻസിക് വിദഗ്ധരുമൊക്കെ ഇവിടെ ഉണ്ട്. ആ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, നിങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണോ? ഇവിടെ ഉള്ളവരാണ്. ഈ മാത്യൂസും അതുപോലെ ശർമിള അവരെ അറിയോ? പരിചയമുണ്ട് അവരാണെന്നുള്ള? മാത്യൂസ് ശർമിള എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ അവർ രണ്ട് വാടക കൊടുത്തിട്ട് പോയിരിക്കുന്നതാണ്. അല്ലാതെ മറ്റുള്ളത് നമുക്കറിയത്തില്ല. വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഇവരല്ലാതെ വലിയ ബന്ധം പരിചയം. അവര് ഇവിടെ കാട്ടൂർ പള്ളിയുടെ പടിഞ്ഞാറശം കണ്ടുള്ളതാണ്. അവര് ആ പെണ്ണിന്റെ വീട് മംഗലാപുരത്ത് എന്നൊക്കെ പറയുന്നു. അല്ല, നമുക്കറിയത്തില്ല. ഭാര്യ ഭർത്താക്കന്മാരാണോ? അറിയോ? ഭാര്യ ഭർത്താക്കന്മാർ. അവൻ രണ്ടാമത് കല്യാണം കഴിച്ചത്. ഇവർക്ക് എന്ത് ജോലി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ? മത്സ്യബന്ധനത്തിനും പോകും, പിന്നെ കൽപ്പണിക്കും പോകും. ശർമിള വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്? അവര് വീട്ടിൽ തന്നെ, വേറെ പണിയൊന്നും. ഇവര് എത്ര നാളുണ്ട് ഇവിടെ നിന്ന് കാണാനില്ലാത്ത? എത്ര ദിവസം കൊണ്ടാണ് ഇവിടെ? ഇപ്പൊ എനിക്ക് ഒരു മാസം അടുത്തായി. ഈ വീടിനടുത്താണോ താമസിക്കുന്നത്? ഈ സുഭദ്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രായമുള്ള ആരെങ്കിലും ഈ മാത്യൂസിനും ശർമിളയ്ക്കും പുറമെ ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ളവരെ അവരെ താമസിച്ചിരുന്നവരാ നമുക്കറിയാം, അല്ലാതെ മറ്റുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഏതൊരാളാ വീട്ടിൽ കുഴിയെടുത്തു എന്നൊക്കെ പറയുന്ന ഒരു മേസ്ത്രിയുടെ കേസ് പറയുന്നത് അവരെ പരിചയമില്ല? ഇല്ല, അത് പുള്ളിയുടെ കൂടെ പണിക്ക് പോകുന്നവരായിരിക്കും, നമുക്കറിയത്തില്ല. രാത്രിയുള്ള കാര്യങ്ങളല്ലേ നമുക്ക് പകല്. ഇവർ രണ്ടുപേരും എങ്ങനെ നാട്ടിൽ വലിയ സൗഹൃദം എന്തൊക്കെ ഉള്ള ആൾക്കാരാണോ? ഈ ശർമിളയും കണക്ഷനുകൾ ഇങ്ങനെ അവരിങ്ങനെ ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അങ്ങനെ ഈ പേരറിയാം സുജയ, അതുപോലെ തന്നെ അവരിവിടെ താമസിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി അവരെ സംബന്ധിച്ചൊരു വിവരമൊന്നും ആളുകൾക്കില്ല. അവർ ഈ പറയുന്നത് പോലെ കൽപ്പണിക്കും മേസ്ത്രി പണിക്കും നമ്മുടെ ലേബിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ സുഭദ്രയുടെ യാത്രയെക്കുറിച്ച് സുഭദ്ര അയൽവാസികളോടോ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നുകൂടി നമുക്കൊന്ന് അറിയണം.